നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. എന്നാൽ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നിടയിൽ പാകിസ്ഥാൻ്റെ കളിയിൽ മാത്രമാണ് ഇങ്ങനെയുള്ള അസാധാരണമായ അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകളും ടേണുകളും ഒക്കെ ഉണ്ടാകുക. അവർക്കെതിരെ എതിർ ടീം അവരുടെ ബൗളർമാർ വരെ ആഞ്ഞടിക്കുന്ന കാഴ്ച. ഇപ്പോൾ നോക്കുക, സൗത്ത് ആഫ്രിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പരയാണ്. ആദ്യ ടെസ്റ്റ് പാകിസ്ഥാൻ ജയിച്ചിരുന്നു. പാകിസ്ഥാനിലാണ് കളി. രണ്ടാം ടെസ്റ്റിൽ പാകിസ്ഥാൻ ആദ്യ ഇന്നിങ്സിൽ 333 റൺസ് അടിച്ചിരുന്നു. അങ്ങനെ സൗത്ത് ആഫ്രിക്ക മറുപടി ബാറ്റിങ്ങിൽ 210-7, 235-8. അപ്പോൾ നമ്മളെന്താ വിചാരിക്കുക, ഇത് പാകിസ്ഥാൻ ലീഡ് നേടും, അല്ലെങ്കിൽ അമ്മാതിരി ഒരു ഫൈറ്റ് സൗത്ത് ആഫ്രിക്കയുടെ ഭാഗത്ത് നിന്ന് വരണം. യെസ്, അമ്മാതിരി ഫൈറ്റ് ഉണ്ടായെന്ന് മാത്രമല്ല, റബാദയൊക്കെ അടിച്ചങ്ങ് പരത്തി. 4 4 4 6 അടക്കം റബാദ അടിച്ചത് 71 റൺസ്. 11ാമനായി ഇറങ്ങിയ റബാദയാണ് 71 റൺസ് അടിച്ചത് 61 പന്തുകളിൽ നിന്ന്. അതുപോലെ പിന്നെ മുത്തുസ്വാമി ബാറ്റിംഗ് ഓൾറൗണ്ടറാണ്. അദ്ദേഹം ഒരു ഭാഗത്തുണ്ടായിരുന്നു. അദ്ദേഹം 89 റൺസുമായിട്ട് പുറത്താകുന്നു. കേശവ് മഹാരാജ് 30 റൺസാണ് അടിച്ചത്. 10ാമനായി ഇറങ്ങിയ കേശവ് മഹാരാജ് 30 റൺസ്. അതായത് 235-8 എന്ന നിലയിൽ നിന്ന് 9ാമത്തെ വിക്കറ്റായിട്ട് കേശവ് മഹാരാജ് പോകുമ്പോൾ സൗത്ത് ആഫ്രിക്ക 306 റൺസിലേക്ക് എത്തിയിരുന്നു. റബാദയുടെ വെടിക്കെട്ട് കൂടി കഴിയുമ്പോൾ അവർ 404 റൺസിലേക്ക് എത്തി. പാകിസ്ഥാന് ലീഡല്ല, മറിച്ച് ആദ്യ ഇന്നിങ്സിൽ 71 റൺസിൻ്റെ ലീഡാണ് സൗത്ത് ആഫ്രിക്ക നേടിയെടുത്തത്. എന്നിട്ട് പാകിസ്ഥാൻ്റെ രണ്ടാം ഇന്നിങ്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 60 റൺസിന് 4 വിക്കറ്റ് പോയിരിക്കുന്നു. വല്ലാത്തൊരു സ്ഥിതിവിശേഷം ഏത് തന്നെ പറയണം. അതായത് ആദ്യ ഇന്നിങ്സിലെ കടം വീട്ടാൻ ഇനിയും 11 റൺസ് കൂടി വേണം പാകിസ്ഥാനെ. അപ്പോഴേക്കും 4 വിക്കറ്റ് പോയി കഴിഞ്ഞു. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആദ്യ ഇന്നിങ്സിൽ പാകിസ്ഥാൻ 333 റൺസ് അടിച്ചപ്പോൾ ആദ്യ ഇന്നിങ്സിൽ സൗത്ത് ആഫ്രിക്കയുടെ മറുപടി ബാറ്റിങ്ങിൽ എയ്ഡൻ മർക്രം 32 റൺസ്, റിക്കിൾട്ടൺ 14 റൺസ്, ട്രിസ്റ്റൻ സ്റ്റെപ്സ് 76 റൺസ്, ടോണി ഡി ജോർസി 55 റൺസ്, ഡെവൽ ഡു ബ്രവിസ് ഡെക്കായി, പിന്നെ കേൽ വേരിയൻ 10 റൺസ്. ഇങ്ങനെ പോയി. പിന്നീടാണ് ഈ ഒരു പ്രകടനം ബൗളർമാരുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. എന്തായാലും ബാറ്റിംഗ് ഓൾറൗണ്ടർ സെൻട്രൽ മുത്തുസ്വാമി 89 റൺസുമായിട്ട് നോട്ടൗട്ടായി. സിമോൺ ഹാർമർ 2 റൺസ്, മാർക്കോ യെൻസൻ 12 റൺസ്. അവിടെ നിന്നാണ് അപ്രതീക്ഷിത തിരിച്ചടി ഫൈറ്റ് ബാക്ക് സൗത്ത് ആഫ്രിക്ക നടത്തുന്നത്. കേശവ് മഹാരാജ് 53 പന്തുകൾ നേരിട്ട് 30 റൺസ് അടിച്ചപ്പോൾ കാഗിസോ റബാദയാണ് എല്ലാവരെയും ഞെട്ടിച്ച് കളഞ്ഞത്. അദ്ദേഹം 61 പന്തുകൾ 4 4 4 6 അടക്കം 116 സ്ട്രൈക്ക് റേറ്റിൽ 71 റൺസാണ് അടിച്ചു കൂട്ടിയത്. ആസിഫ് അഫ്രീദി പാകിസ്ഥാന് വേണ്ടി 34.3 ഓവറിൽ 79 റൺസിന് 6 വിക്കറ്റ് വീഴ്ത്തിയിരുന്നു. പാകിസ്ഥാൻ്റെ രണ്ടാം ഇന്നിങ്സാണ് ബഹുരസം. അവരുടെ ബാറ്റർമാർ വരിക പോവുക, ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇമാമുൽ ഹക്ക് 9 റൺസിന് പോയി. അതുപോലെ അബ്ദുള്ള ഷഫീഖ് 6 റൺസിന് പോയി. ഷാൻ മസൂദ് ഡെക്കായി, സൗദ് ഷക്കീൽ 11 റൺസ്. ഇങ്ങനെ 4 ബാറ്റർമാർ പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇനിയും 10-12 ഓവർ ഇന്നത്തെ ദിവസം ബാക്കിയുണ്ട്. മുഹമ്മദ് റിസ്വാന് റണ്ണൊന്നും എടുക്കാതെ ക്രീസിലുണ്ട്. ബാബർ അസം 45 പന്തിൽ നിന്ന് 32 റൺസുമായിട്ട് ക്രീസിലുണ്ട്. സിമോൺ ഹാർമർ 3 വിക്കറ്റാണ് ഇപ്പോൾ രണ്ടാം ഇന്നിങ്സിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി നേടിയിട്ടുള്ള. റബാദ 1 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. എന്നാലും റബാദയുടെ കയ്യിൽ നിന്നൊക്കെ എടുത്തിട്ട് അലക്കൽ കൊള്ളുക പാകിസ്ഥാൻ്റെ ഒരു അവസ്ഥ. വീഡിയോ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.